കഴിഞ്ഞ ദിവസം ഞാനിങ്ങനെ വീഡിയോസൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്തേ ഒരു ദിവസം എൻ്റെ കൈ കണ്ടപ്പോൾ ഒരാൾ ചോദിക്കുകയാണ് ഇതെന്താ കയ്യിലൊന്നും ഇടാത്തത് എന്ന്, കയ്യിലിടാനൊന്നുമില്ലേ എന്നൊക്കെ ചോദിക്കണേ. അതുകൊണ്ട് എന്തായി, ഞാനൊരു ഫുൾ സ്ലീവ് ഡ്രസ്സ് തന്നെ ഇട്ടിട്ട് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കയ്യിലുണ്ടോ ഇല്ലേ എന്നറിയില്ലേ, വെറുതെ പറയാടോ, കയ്യിലിടാനൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. കാണിച്ചു തരണോ? ഇത് കണ്ടോ, നല്ല ഭംഗിയുള്ള ഗോൾഡൻ ഫിനിഷിങ്ങിൽ വരുന്ന ഒരു ബാംഗിളാണ് കേട്ടോ ഇത്. മീഷോയിൽ നിന്നാണ് ഞാനത് പർച്ചേസ് ചെയ്തിട്ടുള്ളത്. വളരെ കുറഞ്ഞ റേറ്റേ ഉള്ളൂ. ഇങ്ങനെ കോംബോ പീസായിട്ടാണ് വരുന്നത്. സാരിയുടെ കൂടെയൊക്കെ പെയർ ചെയ്യുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. നല്ല ഭംഗിയുള്ള ഇങ്ങനെ റൂബി വർക്ക് പോലെയൊക്കെ വരുന്നുണ്ട്. അതിൻ്റെ കൂടെ ഇങ്ങനെ കണ്ടോ, നല്ല ഭംഗിയുള്ള പേൾസൊക്കെ വരുന്നുണ്ട്. പിന്നെ അത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളതുകൊണ്ട് തന്നെ പെട്ടെന്ന് കളറൊന്നും പോകില്ല കേട്ടോ. നല്ല ഭംഗിയുള്ള വളയാണ്. ഇനി കയ്യിൽ വളയില്ല അല്ലെങ്കിൽ ബ്രേസ്ലെറ്റ് ഇല്ല എന്നൊന്നും പറയണ്ട. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസിൽ തന്നെ അവൈലബിൾ ആയിട്ട് കിട്ടും കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് വലിയ സൈസ് വാങ്ങിച്ചു എന്നുള്ളൂ. പിന്നെ ചിലപ്പോൾ ഞാനിത് മാറ്റിയിട്ട് ഇതിൻ്റെ ചെറിയ സൈസ് വാങ്ങിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു വള കേട്ടോ എൻ്റെ അടുത്തുള്ളത്. ഇനി ഇതുപോലെ തന്നെ നല്ല സിമ്പിളായിട്ട് ക്യൂട്ടായിട്ടുള്ള വളയാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുണ്ടെങ്കിൽ അതൊന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായോ? നല്ല ഭംഗിയില്ലേ കാണാൻ? ഇതൊരു രസം കാണിച്ചു തരാം കേട്ടോ. അങ്ങോട്ടൊക്കെ ഇവിടെയാണ് ഇതിൻ്റെ ഓപ്പണിങ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത്. അപ്പോൾ ഇതും ഏത് സൈസിലും അവൈലബിൾ ആണ്. നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇത് ഞാൻ മീഷോയിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത്. ഇതിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ ഒരു ചെറിയ രീതിയിൽ സെൽഫ് ഡിസൈനിങ് ഒക്കെ വന്നിട്ട് ഇങ്ങനെ കുറച്ചൊരു വീതിയിലാണ് വരുന്നത്. ഈ ഒരു രീതിയിലാണ് കണ്ടോ, ഈ ഒരു രീതിയിലാണ് വരുന്നത്. ഇതും ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചത് തന്നെയാണ്. ഇതിങ്ങനെ ഹെഡ് ഷേപ്പാണ് കേട്ടോ വരുന്നത്. ഇവിടെ ഒരു പിങ്ക് ടച്ച് ഉണ്ട്, അത് കഴിഞ്ഞൊരു വൈറ്റ്, പിന്നെ അങ്ങനെ കുറേ നല്ല ഭംഗിയിൽ കുഞ്ഞു കുഞ്ഞു സ്റ്റോൺ ഫിനിഷിങ്ങിലൊക്കെയാണ് വരുന്നത്. ഏകദേശം ഇതിനോട് സാമ്യമുള്ള മറ്റൊന്നും കൂടെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, ഇതും ആ ഒരു പിങ്ക് വൈറ്റ് പിന്നെ കുഞ്ഞു കുഞ്ഞു സ്റ്റോണൊക്കെ വരുന്ന അടിപൊളി ഡിസൈനിലാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ ഇവിടെയാണ് കേട്ടോ ഓപ്പണിങ് വരുന്നത്. കണ്ടോ, ഇവിടെയാണ് ഓപ്പണിങ് വരുന്നത്. നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാട്ടോ. ഇതൊക്കെ നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന കംപ്ലീറ്റ് പ്രൊഡക്റ്റ് നിങ്ങൾക്ക് അതിൽ കാണാൻ പറ്റും. പിന്നെ വേണമെങ്കിൽ ഓർഡറും ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലാണ്. നിങ്ങൾക്ക് ഓഫീസിലേക്ക് പോകുമ്പോഴോ അല്ലെങ്കിൽ വിരുന്ന് പോകുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള അടിപൊളി സാധനം. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ ബാംഗിൾസ്. നെക്സ്റ്റ് ഇതാ ഈ ബ്രേസ്ലെറ്റിൻ്റെ കോംബോ ആണ് ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. ഈ ഒരൊറ്റ ബ്ലാക്ക് ബ്രേസ്ലെറ്റ് മാത്രം നമ്മുടെ കയ്യിലിട്ടാൽ തന്നെ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും കേട്ടോ. അത്യാവശ്യം നല്ല ഭംഗിയുള്ള ഒരു പ്രത്യേക രീതിയിലുള്ള ഡിസൈനിലാണ് സ്റ്റോൺ വർക്കൊക്കെ വരുന്നത്. ഇനിയിപ്പോൾ അതുമാത്രമല്ല, ഈ ഒരു മൾട്ടി കളർ ബ്രേസ്ലെറ്റ് ആണെങ്കിലും നല്ല ഭംഗിയുണ്ട്. ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും ഇത് പെയർ ചെയ്യാൻ പറ്റും. പിന്നെ തേർഡ് വണ്ണ് വരുന്നത് കണ്ടോ, ഒരു ബീഡ് ഒരു സ്റ്റോണ് അങ്ങനെ ആൾട്ടർനേറ്റീവായിട്ട് ഇതുപോലെ ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കേട്ടോ ഇത് മൂന്നും കാണാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ ഒരു 3 പീസ് കോംബോ സെറ്റായിട്ടാണ് വരുന്നത്. പക്ഷേ പേടിക്കണ്ട, ഒറ്റൊന്നിൻ്റെ റേറ്റ് മാത്രമേ ഉള്ളൂ. പിന്നെ കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്. ഇതിൻ്റെ ഹുക്കൊക്കെ എങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ക്വാളിറ്റിയുള്ള ഫിനിഷിങ്ങിൽ തന്നെയാണ് ഇതൊക്കെ വരുന്നത്. കണ്ടോ, പിന്നെ നമ്മൾ ഈ ഹുക്ക് ഇട്ട് കഴിഞ്ഞാലും അത്യാവശ്യം ഇങ്ങനെ കണ്ണികളൊക്കെ ഉണ്ട്. ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ മാത്രം കണ്ണികളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നല്ല ക്വാളിറ്റിയുള്ള സൂപ്പർ പ്രൊഡക്റ്റാണിത്. അപ്പോൾ നിങ്ങൾക്കിത് വാങ്ങിക്കണമെങ്കിൽ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ അത് ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ അതിലേറെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അടിപൊളി സൂപ്പർ കോംബോ ആണിത്. ഇതിലും ഈ ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. അതിങ്ങനെ കയ്യിലിട്ട് കഴിഞ്ഞാണ്ടല്ലോ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. പിന്നെ നല്ല ഗോൾഡൻ ഫിനിഷിങ്ങിലാണ് വരുന്നത്. ഇത് സ്റ്റോൺ അല്ല കേട്ടോ, ഒരു പ്രത്യേക രീതിയിലുള്ളൊരു വർക്കാണ്. അതുകൊണ്ട് തന്നെ ഡാമേജ് ഒന്നും വരില്ല. ഡാമേജ് വരുന്നുള്ള പേടി വേണ്ട. പിന്നെ നെക്സ്റ്റ് ഈ ഒരു കളറാണ്. ഇതും സൂപ്പർ കളറാണ്. ഒരു ക്രീം ടച്ചിൽ സെൻറ്ററിൽ ഇങ്ങനെ യെല്ലോ കളറൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ട്. ഇനി നെക്സ്റ്റ് വരുന്നത് ഒരു മൾട്ടി കളറാണ്. ഇതൊക്കെ ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്ക് പെയർ ചെയ്യാൻ പറ്റും. നല്ല സൂപ്പർ പ്രൊഡക്റ്റാണ്. ഇതിൻ്റെയും ഹുക്കൊക്കെ ഈ ഒരു ഡിസൈനിലാട്ടോ വരുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റ് തന്നെയാണ്. അല്ലാതെ ലോക്കൽ അപ്പകൂപ്പ സാധനമൊന്നുമല്ല. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പ്രൊഡക്റ്റാണ്. പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന് വളരെ കുറഞ്ഞ റേറ്റ് വരുന്നുള്ളൂ. അതായത് നിങ്ങൾ കടയിൽ നിന്നൊക്കെ ബ്രേസ്ലെറ്റ് വാങ്ങിക്കുകയാണെങ്കിൽ ഈ ഒരൊറ്റ ബ്രേസ്ലെറ്റിൻ്റെ റേറ്റ് മാത്രമേ 3 എണ്ണത്തിന് വരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. അപ്പോൾ ഇതിൻ്റെ ലിങ്കും ഞാൻ താഴെ കൊടുക്കാവേ. ഇനി നെക്സ്റ്റ് ബ്രേസ്ലെറ്റ് ഇതാണ്. ഇത് കോമ്പോസിറ്റ് ഒന്നും അല്ല കേട്ടോ, ഇതൊരൊറ്റ ബ്രേസ്ലെറ്റാണ്. പക്ഷേ കുറച്ചിങ്ങനെ ഹെവി ലുക്കിലൊക്കെ വരുന്ന നല്ലൊരു റോയൽ ഫിനിഷിങ്ങിലൊക്കെ വരുന്നൊരു ബ്രേസ്ലെറ്റാണ്. ഇതൊക്കെ നമ്മൾ കയ്യിൽ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ പിന്നെ ഒന്നും വേണ്ട, ഈ ഒരൊറ്റ ഒന്ന് മതി. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കണ്ടോ. ഇതിൻ്റെ ഈ ഒരു തൂക്കമൊക്കെ കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. ഇവിടെ നമ്മളിങ്ങനെ ഹുക്കിട്ട് കഴിഞ്ഞാലും ഈ ഒരു കണ്ണിയിൽ നമ്മളിങ്ങനെ ഹുക്കിട്ട് കഴിഞ്ഞാലും ബാക്കി കുറച്ച് ഭാഗം ഇങ്ങനെ തൂങ്ങി നിൽക്കുകയൊക്കെ ചെയ്യുമ്പോൾ നല്ല ഭംഗിയല്ലേ കാണാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോഴോ ഫംഗ്ഷനുകളിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സൂപ്പർ സാധനമാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വാങ്ങിച്ചോളട്ടോ. ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി സൂപ്പർ പ്രൊഡക്റ്റാണ്. ഇനിയിപ്പോൾ സ്റ്റോൺസും ബീഡ്സും ഒന്നും ഇഷ്ടമില്ലാത്തവർക്കായിട്ട് നല്ല ഭംഗിയിലുള്ള ഗോൾഡൻ ഫിനിഷിങ്ങിൽ വരുന്ന സെൽഫ് ഡിസൈനായിട്ടുള്ള
അടിപൊളി സൂപ്പർ ബ്രേസ്ലെറ്റ്. ഇതിൽ പിന്നെ കുറച്ച് കേട്ടോ കണ്ണികൾ വരുന്നുള്ളൂ, കാരണം ഫുള്ള് ബ്രേസ്ലെറ്റാണ്. ഇത്രയും ഈ ഒരു ഡിസൈൻ കംപ്ലീറ്റ് ഈ ഒരു ഡിസൈൻ തന്നെയാണ് വരുന്നത്. അപ്പോൾ നമ്മളിതിങ്ങനെ കയ്യിലിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. കണ്ടോ, നല്ല ഭംഗിയായിരിക്കും. നല്ല ക്യൂട്ടായിട്ടുള്ള സിമ്പിളായിട്ടുള്ള ഡിസൈനാണ്, നല്ല ഭംഗിയുള്ള ഡിസൈനാണ്. ഇനിയിപ്പോൾ ഇതിലും സിമ്പിളായിട്ട് അല്ലെങ്കിൽ ക്യൂട്ട്നെസ് വാരി വിതരണം എന്ന് നിർബന്ധമുള്ളവർക്കായിട്ട് നെക്സ്റ്റ് ഒരു പ്രോഡക്റ്റ് പരിചയപ്പെടുത്തി തരാം. ഇത് കണ്ടോ, ഇതൊക്കെ ശരിക്കും ഗോൾഡൻ ടച്ചിലൊക്കെ നിങ്ങൾ പലവരുടെയും കയ്യിൽ കണ്ടിട്ടുണ്ടാവില്ലേ. പക്ഷേ ഞാനൊക്കെ ഇത് പണ്ട് ഇതൊന്ന് കിട്ടണം വാങ്ങിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചിരുന്നു. അപ്പോൾ ഓൺലൈൻ വഴി കണ്ടപ്പോൾ വാങ്ങിച്ചതാട്ടോ. കണ്ടോ, നല്ല ഭംഗിയുള്ള ഗോൾഡും സിൽവറും ബോൾസൊക്കെ ആയിട്ട് വരുന്ന സൂപ്പർ സംഭവമാണ്. ഇതിൻ്റെയൊക്കെ ഹുക്ക് കണ്ടോ, നല്ല ക്വാളിറ്റി ഉള്ള ഹുക്കാണ്. ഇതൊക്കെ കയ്യിലിട്ട് കഴിഞ്ഞാണ്ടല്ലോ നല്ല ഭംഗിയാണ്, നല്ല ക്യൂട്ടായിട്ട്. എങ്കിൽ അത്യാവശ്യം നല്ല സിമ്പിളായിട്ടുള്ള പ്രൊഡക്റ്റ് ആട്ടോ. അപ്പോൾ ഇതൊക്കെ വാങ്ങിക്കണമെങ്കിൽ ജസ്റ്റ് ഒരു ലിങ്കിലൊന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊക്കെ ഇത് വാങ്ങിക്കാൻ പറ്റും. വാങ്ങി നോക്കിച്ചതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യല്ലേ കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ഒരൊറ്റ ക്ലിക്കിൽ വാങ്ങിക്കാൻ പറ്റും. വാങ്ങിച്ച് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇതാണ് ഇന്നത്തെ ലാസ്റ്റ് പ്രോഡക്റ്റ് ഞാൻ പരിചയപ്പെടുത്തുന്നത്. ഇത് ലാസ്റ്റിലേക്ക് വെച്ചത് എന്താണെന്നറിയോ, ഇതെനിക്ക് അത്രയും ഇഷ്ടമായതുകൊണ്ടാണ്. ഇതിങ്ങനെ ഒരു ക്രിസ്റ്റൽ ടച്ചാണ് കേട്ടോ വരുന്നത്. കണ്ടോ, സ്റ്റോൺ അല്ല, പക്ഷേ ഒരു ക്രിസ്റ്റൽ അങ്ങനെ ഒരു ടച്ച്, ഒരു ട്രയാങ്കിൾ ഷേപ്പിൽ കംപ്ലീറ്റ് ഒരു മൗൾഡ് വർക്ക് പോലെയാണ് വരുന്നത്. നല്ല ക്വാളിറ്റി ഉള്ള നല്ല ഫിനിഷിംഗ് ഉള്ള ഒരു റോയൽ ടച്ചിലൊക്കെ വരുന്ന അടിപൊളി സൂപ്പർ ബ്രേസ്ലെറ്റാണിത്. ഇതൊക്കെ നമ്മുടെ കയ്യിൽ തന്നെ ഇട്ട് കഴിഞ്ഞാണ്ടല്ലോ എന്താ ഭംഗിയെന്നറിയോ. കണ്ടോ, സൂപ്പർ ഡിസൈനാണ്, അടിപൊളി സാധനം. അപ്പോൾ ഇത് നിങ്ങൾക്ക് വാങ്ങിക്കണമെങ്കിൽ ഇതിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ കയ്യിലൊന്നും ഇട്ടില്ല എന്ന് പറഞ്ഞു വരുമൊന്നും വേണ്ട, ഇതൊക്കെ എൻ്റെ കയ്യിലുള്ളത് തന്നെയാണ്. കണ്ടോ, ഈ ബാംഗിൾസൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ള 3 മോഡൽസ്. പിന്നെ ബ്രേസ്ലെറ്റ് കോംബോയിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ളത് ഈ ഒരു ഐറ്റം ആണ് കേട്ടോ. സെക്കൻഡ് കോംബോ കാണിച്ചു തന്നത് ഈ ഒരു ഐറ്റം. പിന്നെ കോംബോ പീസ് അല്ലാതെ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തന്നിരുന്നത് ഈ 4 ക്യൂട്ട് ഐറ്റംസ് ആണ്. അപ്പോൾ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് വഴി വാങ്ങിച്ചാൽ മതി. പിന്നെ ഞാനതല്ലേ ഇതൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കാൻ മറക്കല്ലേ. ഇനി നിങ്ങൾ വാങ്ങിക്കുന്നില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായം ഇത് കണ്ടിട്ട് അഭിപ്രായം എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണം കേട്ടോ. ബൈ.